ഗൈസ്, ഈ ബർഗർ കാണാൻ എങ്ങനെയുണ്ട്? ലുക്ക് മാത്രമല്ല, അടിപൊളിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇതിലും സിമ്പിളായിട്ട് ഒരു ബർഗറും ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, അടിപൊളിയാണ്. വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ, പിന്നെ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറില്ലെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾ ഓയിലോ ഗീയോ എന്താണെന്ന് വെച്ചാൽ ഇടാം. അതിലേക്കൊരു മുട്ട, 1 2 നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒറിഗാനോ ഉള്ളവർക്ക് അതിടാം, ഞാൻ കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ബണ്ണ് നമ്മൾ മുറിച്ചിട്ട് വെക്കുക. ഇത് നോർമൽ ബണ്ണാണ്, ബർഗർ ബൺ വേണമെങ്കിലും എടുക്കാം. നോർമൽ ബണ്ണാണെങ്കിലും ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നു, വെറുതെ ഒരു അലങ്കാരത്തിന്. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ 2 സൈഡൊന്ന് മടക്കി കൊടുക്കുക. ഇവിടെയാണ് ടാസ്ക് വരുന്നത്, ഒന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തതിന് ശേഷം ചീസ് വെക്കുക. ചീസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, ചീസ് ഇല്ലെങ്കിലും നിങ്ങളത് വിട്ടേക്കുക. പിന്നെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെക്കുക. ഇത് ഞാൻ അന്ന് മേടിച്ച ബർഗറിൻ്റെ ബാക്കി ലെച്ചസ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ. പിന്നെ ഒരു കഷ്ണം സവാളയുടെ പീസ് വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ ക്യാപ്സിക്കം വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൊമാറ്റോ വേണമെങ്കിൽ ടൊമാറ്റോ വെക്കാം. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അന്ന് ഇല്ലായിരുന്നു. സോസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതങ്ങ് മടക്കുക. മടക്കി കഴിഞ്ഞ് എന്താ, അങ്ങ് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ബർഗർ സെറ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ വിശക്കത്തില്ലേ, അപ്പോൾ ഇത് കഴിക്കാം. ഞാൻ നല്ല ആർത്തി മൂത്ത് കഴിക്കുന്നുണ്ട്, എനിക്ക് അത്ര ഇഷ്ടപ്പെടും. എനിക്കിപ്പോൾ ഇതാണ് പണി കേട്ടോ. വിശന്നാൽ ഞാൻ ബർഗർ ഉണ്ടാക്കി കഴിക്കും ഗൈസ്.